മലയുടെ മുകളിൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. എന്നെ തടയരുത്, ഞാൻ എന്തായാലും പോകും. ദുരന്തഭൂമിയിൽ നോവായി പ്രജീഷ്. വയനാട് വിറങ്ങലിച്ച മൃതദേഹങ്ങളും തകർന്നടിഞ്ഞ കെട്ടിട അവശിഷ്ടങ്ങളും ചെളിയും പാറക്കല്ലുകളും നിറഞ്ഞ ദുരന്തഭൂമിയിൽ ജീവന്റെ തുടിപ്പെങ്കിലും അവശേഷിക്കുന്നുണ്ടോ എന്ന് തിരയുന്ന രക്ഷാപ്രവർത്തകർ. മുണ്ടക്കൈയിൽ നിന്ന് പുറത്തു വരുന്ന ഓരോ ദൃശ്യങ്ങളും നെഞ്ചുപൊള്ളിക്കുന്നതാണ്. തീരാത്ത നോവിന്റെ വേദനയും പേറി കഴിയുകയാണ് ഉരുൾപൊട്ടലിൽ നിന്ന് രക്ഷപ്പെട്ടവർ. പ്രിയപ്പെട്ടവരെ രക്ഷിക്കുന്നതിനിടെ ജീവൻ നഷ്ടമായവരാണ് മറ്റൊരു വേദന. സ്വന്തം ജീവൻ പോലും മറന്ന് രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളിയാകുന്നതിനിടെയാണ് ഇവർ മലവെള്ളപ്പാച്ചിലിൽ ഇല്ലാതായത്. ആളുകളെ രക്ഷപ്പെടുത്താനായി ജീപ്പുമായി മല കയറുന്നതിനിടെയാണ് മുണ്ടക്കൈ സ്വദേശിയായ പ്രജീഷ് എന്ന യുവാവിനെ മണ്ണും വെള്ളവും കൊണ്ടുപോയത്. ജംഷീദ് പള്ളിപ്പുറം ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പ്. സൂപ്പർ ഹീറോ സിനിമകൾ കാണുന്നവരാണ് നമ്മൾ. സ്പൈഡർമാൻ, ബാറ്റ്മാനും സൂപ്പർമാനും അടക്കം കണ്ടവർ ജനങ്ങൾ ദുരിതം അനുഭവിക്കുമ്പോൾ അവരെത്തും. ആ പ്രദേശത്തെ മനുഷ്യരെ രക്ഷിക്കും. മുണ്ടക്കൈയിൽ അങ്ങനെ ഒരു സൂപ്പർമാൻ ഉണ്ട്. പേര് ബ്രജീഷ്. ഉരുൾപൊട്ടലുണ്ടായ ആദ്യ നിമിഷം തന്നെ ആളുകളെ രക്ഷിക്കാൻ ബ്രജീഷ് ജീപ്പുമായി ഇറങ്ങി. നിരവധി ആളുകളെ രക്ഷിച്ചു. ആദ്യ 2 തവണ മല കയറി വന്നു. ആളുകളെ സുരക്ഷിത സ്ഥലത്താക്കി. പിന്നെ ആളുകൾ മലയുടെ മുകളിൽ സഹായം കാത്ത് പരിഭ്രമിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. അവരെ അവിടെ തനിച്ചാക്കി മനസ്സമാധാനത്തോടെ ഉറങ്ങാൻ ചിലപ്പോൾ പ്രതീക്ഷന് ആവില്ലായിരിക്കും. രക്ഷാപ്രവർത്തനത്തിനായി 3ാമത് മലയുടെ മുകളിൽ പോകുമ്പോൾ സുഹൃത്തുക്കൾ തടഞ്ഞു. സുഹൃത്തുക്കളോട് അയാൾ പറഞ്ഞു, മലയുടെ മുകളിൽ നിരവധി ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട് വാസുവേട്ട, എന്നെ തടയരുത്, ഞാൻ എന്തായാലും പോകും. പ്രജീഷ് പിന്നെയും ജീപ്പുമായി മല കയറി. ആളുകളെ ജീപ്പിൽ കയറ്റി. ചൂരൽമല പാലത്തിനടുത്ത് എത്താൻ കഴിഞ്ഞില്ല. തിരിച്ചു വരുമ്പോൾ ആ ജീപ്പടക്കം മണ്ണും വെള്ളവും കൊണ്ടുപോയി. അയാൾ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു. അയാളുടെ വേഷം സൂപ്പർ ഹീറോയുടേതായിരുന്നില്ല. അയാൾക്ക് അസാമാന്യ കഴിവുകളും ഉണ്ടായിരുന്നില്ല. ചില മനുഷ്യർ അങ്ങനെയാണ്. ദുരിത പ്രദേശങ്ങളിൽ അവർ അവതരിക്കും. അവരുടെ ജീവനേക്കാൾ അവരുടെ ജീവന് വില നൽകും. അങ്ങനെ അവർ ഹീറോയായി മാറും. ഇത് വായിച്ചപ്പോൾ എനിക്ക് മറ്റേ നമ്മുടെ പ്രളയകാലത്ത് ഇറങ്ങിയൊരു സിനിമ ഉണ്ട്, 2018 അങ്ങനൊരു സിനിമയിൽ. അതിൽ ടോവിനോ തോമസിൻ്റെ ഒരു കഥാപാത്രം ഉണ്ടല്ലോ, അതിനെയാണ് എനിക്ക് ഓർമ്മ വന്നത്. രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി അതിൽ കുടുങ്ങിപ്പോകുന്ന. അപ്പോൾ അങ്ങനെ ഒരുപാട് പേര് അത് എപ്പോഴും ഉണ്ടാവാറുണ്ട്. പ്രളയം ഉണ്ടായ സമയത്തെല്ലാം ഇങ്ങനെ കുറേ ആളുകൾ മരണപ്പെട്ടിട്ടാണ് മറ്റൊരു രക്ഷിക്കാൻ വേണ്ടിയിട്ട്. സ്വയം രക്ഷപ്പെടായിരുന്നു അവർക്ക്. രക്ഷപ്പെട്ടിട്ട് ഒരു മറ്റുള്ള ആളുകളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെടുമ്പോൾ മരണം വന്ന് കൊണ്ടുപോകുന്ന ഒരവസ്ഥ. അപ്പോൾ ഈ വീഡിയോ ഇത്രയുള്ള വീഡിയോ കണ്ട എല്ലാവർക്കും വളരെ നന്ദിയുണ്ട്.